നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുന്നതിനിടെ അമേരിക്കൻ ആക്രമണം ഭയന്ന ഇറാൻ യുദ്ധക്കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകി ഇന്ത്യ. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായ ഈ നീക്കത്തിന് പിന്നാലെ തന്ത്രപരമായ കാരണങ്ങൾ വെളിപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തിയിരിക്കുകയാണ്. നിയമത്തേക്കാൾ വലുത് മനുഷ്യത്വമാണെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാടാണ് ലോകത്തിന് മുന്നിൽ വിശദീകരിക്കുകയാണ് അദ്ദേഹം. ന്യൂഡൽഹിയിൽ നടന്ന 2026 റൈസീന ഡയലോഗിൽ സംസാരിക്കവെയാണ് IRIS ലെവാൻ എന്ന ഇറാൻ കപ്പലിന് ഇന്ത്യ സഹായം നൽകിയതിൽ എസ് ജയശങ്കർ വ്യക്തത വരുത്തിയിരിക്കുന്നത്. കപ്പലിൽ നിരവധി യുവ കേഡറ്റുകൾ ഉണ്ടായിരുന്നുവെന്നും മാനുഷിക പരിഗണന മുൻനിർത്തിയാണ് ഇന്ത്യ ഈ തീരുമാനം എടുത്തതെന്നും ജയശങ്കർ വ്യക്തത വരുത്തി. നിയമപരമായ വശങ്ങൾക്കപ്പുറം മനുഷ്യത്വപരമായ കാഴ്ചപ്പാടിലൂടെയാണ് ഇന്ത്യ ഈ വിഷയത്തെ സമീപിച്ചതെന്നും ശരിയായ തീരുമാനമാണ് എടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 28-നാണ് തങ്ങളുടെ അതിർത്തിയോട് അടുത്തുണ്ടായിരുന്ന ഇറാനിയൻ കപ്പലിൽ നിന്നും ഇന്ത്യക്ക് ഒരു സന്ദേശം ലഭിക്കുന്നത്. സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നും ഇന്ത്യൻ തുറമുഖത്ത് വരാൻ അനുവദിക്കണമെന്നുമായിരുന്നു ആവശ്യം. തുടർന്ന് മാർച്ച് 1-ന് നങ്കൂരമിടാൻ അനുമതി നൽകുകയും മാർച്ച് 4-ന് കപ്പൽ കൊച്ചിയിൽ അടുപ്പിക്കുകയും ചെയ്തു. കപ്പലിൽ ധാരാളം യുവ കേഡറ്റുകൾ ഉണ്ടായിരുന്നുവെന്നതാണ് കണക്കിലെടുത്താണ് ഇന്ത്യ ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ജയശങ്കർ വെളിപ്പെടുത്തി. ഇറാന്റെ മറ്റ് 2 കപ്പലുകൾ കൂടി ഇന്ത്യൻ സമുദ്ര തീരത്ത് ഉണ്ടായിരുന്നു. എന്നാൽ അവർ അതിർത്തിയിൽ എത്തുന്നതിന് മുൻപേ സംഗതികൾ മാറിമറിയുകയായിരുന്നു. വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങവേ മാർച്ച് 4-ന് ഗാഗിളിന് സമീപം അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ ആക്രമണത്തിലാണ് IRIS ദേന തകർന്നത്. IRIS ദേന US-ന്റെ ആക്രമണത്തിനിരയായ അതേ ദിവസം തന്നെയാണ് ലെവാൻ എന്ന യുദ്ധക്കപ്പലിന് ഇന്ത്യ കൊച്ചിയിൽ അഭയം നൽകിയത്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ചുണ്ടായ ഈ ആക്രമണത്തിൽ 87 നാവികർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. ഇറാൻ യുദ്ധക്കപ്പലുകൾക്ക് ഇന്ത്യ അതിർത്തിയിൽ അഭയം വാഗ്ദാനം ചെയ്തതായി പുറത്തുവരുന്ന വാർത്തകളിൽ ജയശങ്കറിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. IRIS ദേന US-ന്റെ ആക്രമണത്തിന് ഇരയായ അതേ ദിവസം തന്നെയാണ് ലെവാൻ എന്ന യുദ്ധക്കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകിയത്. ഈ മേഖലയിലുണ്ടായിരുന്ന ലാവനിൽ നിന്ന് ഫെബ്രുവരി 28-ന് ഇന്ത്യക്ക് അഭ്യർത്ഥന ലഭിച്ചിരുന്നു. മാർച്ച് 1-ന് ഇതിന് നങ്കൂരമിടാനുള്ള അനുമതി ലഭിക്കുകയും മാർച്ച് 4-ന് ലെവാൻ കൊച്ചിയിൽ എത്തുകയും ചെയ്തു. 183 അംഗങ്ങളുള്ള ഇതിലെ നാവികരെ കൊച്ചിയിലെ നാവിക താവളത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇന്ത്യ ഉറപ്പാക്കിയിട്ടുമുണ്ട്. അതേസമയം തകർന്ന ദേനയിലെ നാവികർക്ക് ഇന്ത്യൻ നാവികസേനയുടെ വിമാനങ്ങളും കപ്പലുകളും തിരച്ചിൽ തുടരുകയാണ്. മറ്റൊരു ഇറാനിയൻ കപ്പലായ IRIS ബുഷഹറിന് ശ്രീലങ്ക വ്യാഴാഴ്ച അഭയം നൽകിയിരുന്നു. IRIS ദേനയ്ക്കെതിരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇതും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.